നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തേനൂറും വിജയപ്രതീക്ഷയിൽ വിദ്യാർത്ഥികൾ. പാലക്കാട് 3 വിദ്യാഭ്യാസ ജില്ലകളിലായി റെഗുലർ വിഭാഗത്തിൽ 39,121 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. 193 കേന്ദ്രങ്ങളായാണ് പരീക്ഷ. ഇതിൽ 3 ടെക്നിക്കൽ സ്കൂളും 1 ബദിര വിദ്യാലയവും. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ 6,419 ആൺകുട്ടികളും 6,041 പെൺകുട്ടികളുമടക്കം 12,373 വിദ്യാർത്ഥികൾ വിജയപ്രതീക്ഷയിൽ. പാലക്കാട് ഗവൺമെന്റ് മോയൻ ഗേൾസ് ഹൈസ്കൂളിലെ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് തേൻ നൽകി പരീക്ഷയ്ക്ക് അയച്ചത് വേറിട്ട കാഴ്ച. ഷൊർണൂർ കൂനത്തറയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവ് കൊല്ലപ്പെട്ടു. കൂനത്തറ കാവുങ്കര വീട്ടിൽ 63 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 23-നായിരുന്നു ആക്രമണം. പിതാവും മകനും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. പാലക്കാട് ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കേരള എക്സൈസ് വകുപ്പ് നടത്തിയ 2 ദിവസത്തെ റെയിൽവേ ഡ്രൈവിൽ 30 ലക്ഷത്തിലധികം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഡ്രൈവിൽ ഏറ്റവും വലിയ വേട്ട നടന്നത് പാലക്കാട് ജംഗ്ഷനിൽ. റെയിൽവേ റൂട്ടുകളിലുള്ള മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും നീക്കത്തെ ചെറുക്കുന്നതിൽ വകുപ്പുകൾ തമ്മിലുള്ള സുസ്ഥിരമായ ഏകോപനമാണ് പ്രതിഫലിക്കുന്നതെന്ന് അധികൃതർ. AV ഗോപിനാഥ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായേക്കും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും AV ഗോപിനാഥും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഏകദേശ ധാരണയായെന്ന് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ CPIM നേതൃത്വത്തോട് ഇടഞ്ഞു നിന്നിരുന്ന ഗോപിനാഥിനെ അനുനയിപ്പിക്കാനാണ് നീക്കമെന്ന വിലയിരുത്തൽ. പദവി നൽകിയാൽ സ്വീകരിക്കുമെന്ന് AV ഗോപിനാഥ്. ഷൊർണൂർ നിയോജക മണ്ഡലം MLA P മമ്മിക്കുട്ടി മണ്ഡലത്തിലെ വികസനത്തിന്റെ സർവ്വമേഖലയിലും വൻ ദുരന്തമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിലെ പുരോഗതിക്കായി കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെന്നും ആക്ഷേപം. MLAക്കെതിരെ ഒപ്പുശേഖരണവുമായി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഷൊർണൂരിൽ. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിലെ 3 വിദ്യാഭ്യാസ ജില്ലകളിലായി റെഗുലർ വിഭാഗത്തിൽ 39,121 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ 17,994 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇവരിൽ 9,092 ആൺകുട്ടികളും 8,092 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത്. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ 6,419 ആൺകുട്ടികളും 6,041 പെൺകുട്ടികളും ഉൾപ്പെടെ 12,373 വിദ്യാർത്ഥികളും, മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ 3,751 ആൺകുട്ടികളും 3,677 പെൺകുട്ടികളും ഉൾപ്പെടെ 7,754 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 193 കേന്ദ്രങ്ങളിലാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ഇതിൽ 3 ടെക്നിക്കൽ സ്കൂളുകളും 1 ബദിര വിദ്യാർത്ഥികൾക്കുമായുള്ള കേന്ദ്രവുമാണ്. തേനൂറും വിജയപ്രതീക്ഷയിൽ വിദ്യാർത്ഥികൾ. പാലക്കാട് ഗവൺമെൻറ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് സ്കൂളിലെ സംയുക്ത സംഘടനയുടെ നേതൃത്വത്തിൽ തേൻ നൽകിയാണ് പരീക്ഷാളിലേക്ക് പ്രവേശിപ്പിച്ചത്. SSLC പരീക്ഷയിൽ മികച്ച വിജയം രചിച്ച ചരിത്രമാണ് ഗവൺമെൻറ് മോയൻസ് സ്കൂളിലുള്ളത്. കേരളത്തിൽ ഏറ്റവും പെൺകുട്ടികൾ പഠിക്കുന്ന പാലക്കാട് മോയൻസ് ഹയർ സെക്കൻഡറി വിദ്യാലയം SSLC ഫലത്തിലും മികച്ച വിജയം കൈവരിക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ്. കെട്ടിടങ്ങളുടെ അപര്യാപ്തത മൂലം വർഷങ്ങളായി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിൽ പക്ഷേ സൗകര്യമില്ലായ്മയൊന്നും ഫലത്തെ ബാധിക്കാറില്ല. സ്കൂൾ പ്രധാനാധ്യാപിക പ്രീജ PV, ശ്രീജ GA, പ്രിൻസിപ്പൽ UK ലത, PTI പ്രസിഡന്റ് M അരവിന്ദാക്ഷൻ, വൈസ് പ്രസിഡന്റ് A ലൈല, IG രാജേഷ്, ഹരിദാസ് മച്ചിങ്ങൽ, രജീഷ് കുമാർ, ബിൻസി, SMC ചെയർമാൻ ദിവ്യ വസന്ത്, MPTA പ്രസിഡന്റ് ധന്യ ഷിബു, സ്റ്റാഫ് സെക്രട്ടറി രമേഷ് H എന്നിവരുടെ നേതൃത്വത്തിൽ തേൻ നൽകി പരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നു. സ്കൂളാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മധുരം നൽകിയിട്ടാണ് കുട്ടികളെ സ്വീകരിക്കുന്നത്. ഇത് 3ാമത്തെ വർഷം തുടർച്ച ഞങ്ങളുടെ കമ്മിറ്റിയിൽ 3ാമത്തെ വർഷം കുട്ടികളെ അവരുടെ ഇതിനു വേണ്ടിയിട്ട് സ്കൂൾ ഓഫ് ടൈം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കൂനത്തറയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവ് കൊല്ലപ്പെട്ടു. കൂനത്തറ കാവുങ്കര വീട്ടിൽ 63 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 23-നായിരുന്നു ആക്രമണം. ഇരുവരും ഒപ്പമിരുന്ന് മദ്യപിക്കുന്നതിനിടെയുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. ഇരുവരും ഒപ്പമിരുന്ന് മദ്യപിക്കുന്നതിനിടെ വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. കയ്യിൽ കിട്ടിയ മരത്തടി കൊണ്ടാണ് പിതാവിനെ മർദ്ദിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ഉണ്ണികൃഷ്ണൻ അർദ്ധരാത്രിയാണ് മരണപ്പെട്ടത്. മകൻ മനോജിനെ സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒറ്റപ്പാലം സബ് ജയിലിൽ റിമാൻഡിലാണ് മനോജ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കേരള എക്സൈസ് വകുപ്പിൻ്റെയും സംയുക്തമായി 2 ദിവസത്തെ റെയിൽവേ ഡ്രൈവിൽ 30 ലക്ഷത്തിലധികം വിലമതിക്കുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ പിടികൂടി. ഡ്രൈവിൽ ഏറ്റവും വലിയ വേട്ട നടന്നത് പാലക്കാട് ജംഗ്ഷനിലാണ്. കോച്ചിലും പ്ലാറ്റ്ഫോമിലുമായി 26.95 ലക്ഷം വിലമതിക്കുന്ന 54 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. റെയിൽവേ റൂട്ടുകളിലുള്ള മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും നീക്കത്തെ ചെറുക്കുന്നതിൽ
വകുപ്പുകൾ തമ്മിലുള്ള സുസ്ഥിരമായ ഏകോപനമാണ് ഈ ഓപ്പറേഷൻ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. എ വി ഗോപിനാഥ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായേക്കും. കഴിഞ്ഞ ദിവസം എ വി ഗോപിനാഥും മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഏകദേശ ധാരണയായെന്നാണ് സൂചന. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ CPIM നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഗോപിനാഥ്. പദവി നൽകിയാൽ സ്വീകരിക്കുമെന്ന് ഗോപിനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാലക്കാട് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിലെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുമായി എ വി ഗോപിനാഥ് കൂടിക്കാഴ്ച നടത്തിയത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുവെന്നാണ് വിവരം. പദവി നൽകിയാൽ സ്വീകരിക്കുമെന്ന് എ വി ഗോപിനാഥ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM തന്നെ കാലുവാരി തോൽപ്പിച്ചുവെന്ന് ഗോപിനാഥ് ആരോപിച്ചിരുന്നു. പിന്നാലെ ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങളുണ്ടാകുകയും ചെയ്തിരുന്നു. 2009 മുതൽ കോൺഗ്രസ് നേതൃത്വവുമായി അകലം പാലിച്ച എ വി ഗോപിനാഥ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് പാർട്ടി വിട്ടത്. 2023 നവകേരള സദസ്സിൽ പങ്കെടുത്തതോടെ കോൺഗ്രസ് പുറത്താക്കി. 25 വർഷക്കാലം പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച എ വി ഗോപിനാഥ് 1991 ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ 338 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ സ്വതന്ത്ര ജനാധിപത്യ മുന്നണി രൂപീകരിച്ച ഗോപിനാഥ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIMുമായി സഹകരിച്ച് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 9ാം വാർഡായ വെമ്പണ്ണൂരിൽ മത്സരിച്ച ഗോപിനാഥ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രതീഷിനോട് 134 വോട്ടിനാണ് തോറ്റത്. ആകെയുള്ള 18 വാർഡുകളിൽ CPIM IDF സഖ്യം 8ഇടത്തും കോൺഗ്രസ് 7ഇടത്തും BJP 2ഇടത്തും ജയിച്ചു. ഒരു സീറ്റിൽ ജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് CPIM വിമതർ വിളിച്ചു ചേർത്ത കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയം. ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് CPIM മുൻ ജില്ലാ കമ്മിറ്റി അംഗവും KTDC മുൻ ചെയർമാനുമായ PK ശശി കൺവെൻഷൻ വേദിയിലെത്തി. CPIM ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നവരും കൺവെൻഷനിൽ പങ്കാളികളായി. ഷൊർണൂർ നിയോജകമണ്ഡലം MLA P മാമ്മിക്കുട്ടി മണ്ഡലത്തിലെ വികസനത്തിന്റെ സർവ്വമേഖലയിലും വൻ ദുരന്തമാണെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിലെ പുരോഗതിക്കായി കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെന്നും ആരോപണമുന്നയിച്ചു. MLAക്കെതിരെ ചുടുവാലത്തൂർ മേഖലയിൽ വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. പാലക്കാട് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ MLAയുടെ ഈ 5 വർഷത്തെ പ്രവർത്തനം വളരെ പരാജയമായിരുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരവധി റോഡുകളുടെ ശോചനീയാവസ്ഥ ഇനിയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് കൊളപ്പള്ളി ഷൊർണൂർ റോഡിൻ്റെ നിർമ്മാണം ഒന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ നിരവധി റോഡുകൾ. അപ്പോൾ MLAക്കെതിരെയുള്ളൊരു കുറ്റപത്രം ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് MLAക്കെതിരെ ഉള്ള ഒപ്പുശേഖരണത്തിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. വീടുകളിൽ ചെല്ലുന്ന സമയത്ത് വളരെ അനുകൂലമായിട്ട് MLAക്കെതിരായുള്ള നിലപാടാണ് ഓരോ വീട്ടുകാരും രാഷ്ട്രീയ ഭേദമന്യേ എടുക്കുന്നത്. എന്തായാലും ഈ ഇടതുപക്ഷത്തിൻ്റെ MLA മമ്മിക്കുട്ടി പരിപൂർണ പരാജയമാണ് എന്ന് ഞങ്ങൾ ഒപ്പുശേഖരണം തുടങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ജനങ്ങളുടെ പ്രതികരണത്തിലൂടെ മനസ്സിലായി. നമ്മൾ ഈ മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങിക്കൊണ്ട് MLAയുടെ ഭരണപരാജയങ്ങൾ അവരുടെ മുന്നിൽ അക്കമിട്ട് നിർത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും സ്വരൂപിച്ചുകൊണ്ടുള്ള ഒപ്പുശേഖരണമാണ് നമ്മൾ നടക്കുന്നത്. MLAക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനായാണ് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചത്. ഷൊർണൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ റോഡുകൾ, വ്യവസായ മേഖല, ജലസ്രോതസ്സുകൾ, ആരോഗ്യമേഖല, പുഴ നവീകരണം, മറ്റു ജനകീയ വിഷയങ്ങളിലൊന്നും പോയ 5 വർഷക്കാലയളവിൽ ഷൊർണൂർ MLAക്ക് ഇടപെടാൻ കഴിഞ്ഞില്ലെന്ന് BJP കുറ്റപ്പെടുത്തി. വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി K പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി A ഗോപകുമാർ, വാർഡ് കൗൺസിലർ K രേവതി, സുനിൽ അമ്പാടി, സുകുമാരൻ, പ്രഭുറാം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാർഷിക മേഖലയ്ക്കും പാർപ്പിടത്തിനും ആരോഗ്യത്തിനും ഊന്നൽ നൽകി കുത്തന്നൂർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരീഷ് ബാബുവാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര പുരോഗതി, വികസന കാഴ്ചപ്പാട്, നയസമീപനത്തിലും തയ്യാറാക്കിയ ബജറ്റ് കാർഷിക, ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, കുടിവെള്ളം, ശുചിത്വം, ക്ഷേമം തുടങ്ങിയ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് അനുയോജ്യമായ ജനോപകാരപ്രദമായ പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുൻകാല പദ്ധതികളെ പാഠമാക്കി മികച്ച ആസൂത്രണവും ധനകാര്യ മാനേജ്മെന്റും മികവാർന്ന പദ്ധതി പ്രവർത്തനങ്ങളുമാണ് ഈ ബജറ്റ് ലക്ഷ്യമിടുന്നത്. കൃഷിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും കുട്ടികൾക്കും വനിതകൾക്കും വൃദ്ധർക്കും ഭിന്നശേഷിക്കാർക്കും യുവജനങ്ങൾക്കും പരമാവധി ഗുണകരമായ സമീപനമാണ് ഈ ബജറ്റ് സ്വീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്തിന്റെ തനത് വരുമാനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ വർദ്ധിപ്പിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കുടിശ്ശിക നിവാരണം അടക്കം 59,87,519 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നു. ഉൽപാദന മേഖല, ഐ നോ ഓൺലി വൺ കൾച്ചർ, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ. എനിക്ക് ഒരു
സംസ്കാരമേ ഉള്ളൂ, അത് കാർഷിക സംസ്കാരമാണ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ലോകത്തിന് സമ്മാനിച്ച ലാൽ ബഹദൂർ ശാസ്ത്രിയെയും ഈ അവസരത്തിൽ സ്മരിക്കട്ടെ. കാർഷിക മേഖല ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വർദ്ധിച്ച ചെലവും കാട്ടുമൃഗങ്ങളുടെ ശല്യവും കാരണം കൃഷി ഉപേക്ഷിക്കുന്ന കർഷകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അവരെ വീണ്ടും കൃഷിയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ബജറ്റിന്റെ 40% കൃഷിക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. പാടശേഖരങ്ങളെ കോർത്തിണക്കി പന്നിശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി സോളാർ വേലി സ്ഥാപിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡിയും പോഷകാഹാര കിറ്റും കന്നുകുട്ടി പരിപാലനത്തിനും വേണ്ട അർഹമായ തുക മാറ്റിവെക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അസീന ഹാസിം അധ്യക്ഷത വഹിച്ചു. ഭവന നിർമ്മാണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, സാമൂഹ്യക്ഷേമം എന്നിവയ്ക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് പി വിജയൻ, വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അടക്കമുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇറാന് നേരെയുള്ള സാമ്രാജ്യത്വ സൈനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി പറളി പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി റിയാസ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. എവിടെ യുദ്ധം നടന്നാലും അതിനെതിരെ സമാധാനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. നമുക്കറിയാം, സാമ്രാജ്യത്വ രാജ്യമായ അമേരിക്കയുടെ ഭൂതകാല ചരിത്രം വായിച്ചാൽ നമുക്കറിയാം, 2001 ശേഷം അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണത്തെ ഞങ്ങൾ മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞ് വർഷങ്ങളോളം യുദ്ധം ചെയ്ത് താലിബാനുമായി തന്നെ കരാറുണ്ടാക്കി അവിടെ താലിബാന് ഭരണം സമ്മാനിച്ചുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ പറഞ്ഞ അമേരിക്ക മടങ്ങിയത്. കോങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് കരീം പറളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി മുഖ്യപ്രഭാഷണം നടത്തി. പറളി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ അസീസ് സ്വാഗതവും യൂണിറ്റ് പ്രസിഡന്റ് സിറാജ് നന്ദിയും പറഞ്ഞു. പരിപാടിക്ക് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MN ഭാസ്കരൻ, എടത്തറ യൂണിറ്റ് സെക്രട്ടറി നൌഷാദ്, മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ നഗരസഭയുടെ കുടുംബശ്രീ കൂട്ടായ്മയുടെ CDS ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട P ജിഷയ്ക്ക് മുണ്ടായി സെന്ററിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും DYFIയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. CPIM ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന കുടുംബശ്രീ പ്രസ്ഥാനം. CDS എന്നുള്ള പ്രസ്ഥാനം കേരളത്തിൽ മാത്രമുള്ളതല്ല. പക്ഷെ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കുടുംബശ്രീ പ്രസ്ഥാനമാണ്. അത് കേരളത്തിൽ രാജ്യത്തിന് മാതൃകയാവുന്ന തരത്തിലുള്ള കുടുംബശ്രീ പ്രസ്ഥാനമായിട്ട് മാറിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. 96 മുതൽ ഈ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ അതിനാവശ്യമായ രീതിയിലുള്ള തീരുമാനങ്ങളെടുത്ത് സംരക്ഷിച്ചു കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മഹാപ്രസ്ഥാനമായിട്ട്, സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായിട്ട് കുടുംബശ്രീ പ്രസ്ഥാനം മാറിയിട്ടുള്ളത്. ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ മാത്രം 171 തൊഴിൽ സംരംഭങ്ങളാണ് ഷൊർണൂരിലെ CDS പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അത് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഈ 171 തൊഴിൽ സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കിട്ടുന്ന അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഷൊർണൂരിലെ നിരവധിയായ സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യവും അതിൻ്റെ ഭാഗമായിട്ടുള്ള വരുമാനവും ആ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. SCFWA മേഖലാ ട്രഷറർ N ലോകിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ വില്ലേജ് കമ്മിറ്റി അംഗം K വിദ്യാസുനിൽ സ്വാഗതം പറഞ്ഞു. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി P സിന്ധു, വില്ലേജ് സെക്രട്ടറി CK സൗമ്യ, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ T മുരളീധരൻ, രാജേഷ് പട്ടത്ത്, മുണ്ടായ വായനശാല സെക്രട്ടറി KT ശ്യാംകുമാർ, മുണ്ടായ ഫസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി P ഗോപിനാഥൻ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. DYFI മുണ്ടായ യൂണിറ്റ് സെക്രട്ടറി T അജിൽ നന്ദിയും പറഞ്ഞു. P ജിഷയ്ക്ക് സ്നേഹോപകാരം നൽകി ആദരിച്ചു. ഷൊർണൂർ മഞ്ഞക്കാട് കോങ്കന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. 6ാം ഉത്സവ ദിനമായ വ്യാഴാഴ്ച രാവിലെ ക്ഷേത്രം മേൽശാന്തി രാജേന്ദ്ര ഭട്ട് പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു. രാവിലെ 9 മണിക്ക് പൊങ്കാല സമർപ്പണം ആരംഭിച്ചു. നിരവധി പേരാണ് പൊങ്കാല സമർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തിയത്. രാവിലെ 5-ന് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ത്രികാല പൂജ, അഭിഷേകം, മലർനിവേദ്യം എന്നിവയുണ്ടായി. തുടർന്ന് 5:30-ന് ഗണപതി ഹോമം, ഉഷപൂജ, ചുറ്റുവിളക്കും, 8:30-ന് ഉച്ചപൂജ, സ്പെഷ്യൽ പൂജ, ദാരികാവധം പാട്ട് എന്നിവയും പ്രസാദ വിതരണവും നടന്നു. ഷൊർണൂർ പൂരം എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഈ മാസം 6-ന് വെള്ളിയാഴ്ചയാണ് ആഘോഷിക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തേനൂറും വിജയപ്രതീക്ഷയിൽ വിദ്യാർത്ഥികൾ. പാലക്കാട് 3 വിദ്യാഭ്യാസ ജില്ലകളിലായി റെഗുലർ വിഭാഗത്തിൽ 39,121 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. 193 കേന്ദ്രങ്ങളായാണ് പരീക്ഷ. ഇതിൽ 3 ടെക്നിക്കൽ സ്കൂളും 1 ബദിര വിദ്യാലയവും. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ 6,419 ആൺകുട്ടികളും 6,041 പെൺകുട്ടികളുമടക്കം 12,373 വിദ്യാർത്ഥികൾ വിജയപ്രതീക്ഷയിൽ. പാലക്കാട് ഗവൺമെന്റ് മോയൻ ഗേൾസ് ഹൈസ്കൂളിലെ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് തേൻ നൽകി പരീക്ഷയ്ക്ക് അയച്ചത് വേറിട്ട കാഴ്ച. ഷൊർണൂർ കൂനത്തറയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവ് കൊല്ലപ്പെട്ടു. കൂനത്തറ കാവുങ്കര വീട്ടിൽ 63 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 23-നായിരുന്നു ആക്രമണം. പിതാവും മകനും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. പാലക്കാട് ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കേരള എക്സൈസ് വകുപ്പ് നടത്തിയ 2 ദിവസത്തെ റെയിൽവേ ഡ്രൈവിൽ 30 ലക്ഷത്തിലധികം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഡ്രൈവിൽ ഏറ്റവും വലിയ വേട്ട നടന്നത് പാലക്കാട് ജംഗ്ഷനിൽ. റെയിൽവേ റൂട്ടുകളിലുള്ള മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും നീക്കത്തെ ചെറുക്കുന്നതിൽ വകുപ്പുകൾ തമ്മിലുള്ള സുസ്ഥിരമായ ഏകോപനമാണ് പ്രതിഫലിക്കുന്നതെന്ന് അധികൃതർ. AV ഗോപിനാഥ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായേക്കും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും AV ഗോപിനാഥും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഏകദേശ ധാരണയായെന്ന് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ CPIM നേതൃത്വത്തോട് ഇടഞ്ഞു നിന്നിരുന്ന ഗോപിനാഥിനെ അനുനയിപ്പിക്കാനാണ് നീക്കമെന്ന് വിലയിരുത്തൽ. പദവി നൽകിയാൽ സ്വീകരിക്കുമെന്ന് AV ഗോപിനാഥ്. ഷൊർണൂർ നിയോജക മണ്ഡലം MLA P മമ്മിക്കുട്ടി മണ്ഡലത്തിലെ വികസനത്തിന്റെ സർവ്വമേഖലയിലും വൻ ദുരന്തമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിലെ പുരോഗതിക്കായി കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെന്നും ആക്ഷേപം. MLAക്കെതിരെ ഒപ്പുശേഖരണവുമായി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഷൊർണൂരിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.